കൊലപാതകം എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള മരണം. 95 വയസ്സുള്ള ഒരു സ്ത്രീയാണ് മരിച്ചത്. എങ്കിലും അത് കൊലപാതകമാണ് എന്ന സംശയം തോന്നിയിരുന്നു. അതിന് പിന്നാലെയാണ് നാടിനെ നടുക്കുന്ന തരത്തിൽ മറ്റ് ഭാഗങ്ങളിലും കൊലപാതകം ഉണ്ടായി എന്ന വിവരം വന്നത്. ഈ മൃതദേഹം ഇപ്പോൾ എവിടെയാണ്? രതീഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാങ്ങോട് താഴെ പാങ്ങോട് പള്ളിക്കടുത്തുള്ള ഈ അഫ്സാന്റെ കുടുംബ വീട്ടിലാണ്. അഫ്സാന്റെ അച്ഛന്റെ കുടുംബ വീടാണ്. ഈ കുടുംബ വീട്ടിലാണ് മുത്തശ്ശി ഉണ്ടായിരുന്നത്. മുത്തശ്ശിയാണ് ആദ്യം കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. കാരണം ഈ 5:30 സമയത്ത് ഇവിടെ സഹോദരി, അതായത് അഫ്സാന്റെ അച്ഛന്റെ സഹോദരി എത്തുന്ന സമയത്ത് മൃതദേഹം വിറങ്ങലിച്ച അവസ്ഥയിലായിരുന്നു. തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്ന നിലയിൽ അടുക്കളയിലാണ് ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ തന്നെ ഈ പ്രദേശവാസികൾ ആരോ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ മരണമറിഞ്ഞ പ്രദേശവാസികളെയൊക്കെ തന്നെ ഈ സഹോദരി അറിയിക്കുകയും തുടർന്നാണ് ഈ പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കൊലപാതകം നടന്നിട്ടുള്ളത് 3 മണിക്കോ അല്ലെങ്കിൽ അതിന് മുൻപോ ആകാനുള്ള സാധ്യതകളാണ് പോലീസ് തേടുന്നത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. പ്രധാനമായും ഈ ജുമാ മസ്ജിദ് പള്ളിക്കടുത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് തേടുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എപ്പോഴാണ് ഈ പ്രതി എത്തിയിട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ കൂടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വലിയ നടുക്കത്തിലാണ് ഈ പ്രദേശത്തെ ഓരോ ആളുകളും ഉള്ളത്. കാരണം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ 95 വയസ്സുള്ള മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് എന്ത് കാരണമാണ് ഈ പ്രതിയെ എത്തിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചേട്ടാ, ഈ പ്രദേശത്തുള്ള ആളാണോ? അപ്പുറത്തുള്ളതാണ്. ഇവരെ മുൻപ് പരിചയമുണ്ടോ? അറിയാം. അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടോ മറ്റോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പ്രശ്നത്തെ പറ്റി ഒന്നും അറിയത്തില്ല. രതീഷ, ഈ വീട്ടിൽ മുത്തശ്ശി ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. 11 മക്കളാണ് ഇവർക്കുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും അവസാനത്തെ മകന്റെ മകനാണ് ഇപ്പോൾ ഈ ക്രൂര കൊലപാതകം നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ മുൻപ് നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ. അച്ഛൻ, ഈ പ്രതിയുടെ അച്ഛൻ കഴിഞ്ഞ 8 വർഷമായി ചില സാമ്പത്തിക ബാധ്യതകളുമായി ഗൾഫിൽ കുടുങ്ങിയ അവസ്ഥയിലാണ്. അതൊക്കെ തന്നെ ഈ കുടുംബത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിൽ നയിച്ചിട്ടുണ്ടായിരുന്നു. 8 വർഷമായി ഈ നാട്ടിലേക്ക് എത്തിയിട്ടുമുണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അത്രത്തോളം വലിയ ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴായി ഈ കുടുംബം നേരിട്ടിട്ടുണ്ടായിരുന്നു. ഈ എന്താണ് ഈ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ പ്രതി വിഷം കഴിച്ചതുകൊണ്ട് തന്നെ പോലീസ് ഇനിയും കൂടുതൽ സമയം ഇതിൽ എടുക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ എനിക്ക് പിന്നിലുള്ളത് ഈ പുതുതായി വെച്ച വീടാണ്. മക്കൾ അമ്മയ്ക്ക് വേണ്ടി വെച്ച് നൽകിയ 11 മക്കൾ ചേർന്ന് അമ്മയ്ക്ക് വെച്ച് നൽകിയ വീടാണ്. പലവരും പല സമയത്ത് വന്ന് അമ്മയെ നോക്കി പോകുന്നതാണ് പതിവ്. ഇതിന് തൊട്ട് താഴെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ള പഴയ കുടുംബ വീട്. ആ കുടുംബ വീടിന് മുകളിലായിട്ടാണ് പുതിയ കുടുംബ വീടും മക്കൾ തന്നെ അമ്മയ്ക്ക് വേണ്ടി വെച്ച് നൽകിയതാണ്. എല്ലാ മക്കളും പലപ്പോഴായി എത്തുകയും അമ്മയെ സന്ദർശിക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഈ രാവിലെ ഈ സമയത്ത് അഫ്സാൻ ഇവിടെ എത്തിയതായിട്ടുള്ള ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സമയത്താണെന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ സമയത്താണോ കൊല നടന്നിട്ടുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ സമയത്ത്, അതായത് ഈ അമ്മയുടെ ഒരു മകൾ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ 5:30 മണിക്കാണ് എത്തുന്നത്. ആ സമയത്താണ് വീടിൽ അടുക്കളയ്ക്കുള്ളിൽ അമ്മയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. തലയ്ക്ക് പിൻഭാഗത്താണ് ഈ മുറിവുള്ളത്. അമ്മ തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലുമാണെന്നുള്ളതാണ് ആദ്യം കണ്ട മകൾ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. ഇത് ചുറ്റിക കൊണ്ട് അടിച്ചതാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം പ്രാഥമികമായി പോലീസിന് മനസ്സിലാവുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ കൂടുതൽ അടിത്തറകളുടെ അന്വേഷണം കൂടെ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും ഈ വീട്ടിൽ നിന്ന് മൃതദേഹം മാറ്റുക എന്നുള്ളതാണ്. ഈ പ്രദേശത്തുള്ള ആളാണോ ചേട്ടാ? പ്രദേശത്തുള്ള ആളാണോ? അറിയാവുന്നതാണോ ഇവരെയൊക്കെ? അറിയാം. മകൻ എങ്ങനെയാണ്? മകനെന്ന് പറഞ്ഞാൽ ഇവരുടെ മകന്റെ മകൻ അവരുടെ കുടുംബത്തോടെ ഗൾഫിലാണ്. ഈ മരിച്ച സ്ത്രീയുടെ മകന്റെ മകനാണ് ഇതിൽ പ്രതിയായിട്ട് പറയുന്നത്. 8 വർഷമായിട്ട് അച്ഛൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുക എന്നുള്ളതാണ്. ആരെന്തോ ബിസിനസ്സിലെ കണ്ടെന്തോ പ്രതിസന്ധി ഉണ്ട്, അങ്ങനെ വരാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവർ ഈ അടുത്ത കാലത്ത് വിസിറ്റിങ്ങിനൊക്കെ കുടുംബം അങ്ങ് ആയിരുന്നു ഗൾഫിൽ. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അയാൾക്കെന്തോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു. ഇവർ ഈ അടുത്ത കാലത്ത് ഏതൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ എന്തോ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന് ഇവരുടെ ഗോൾഡൊക്കെ ചോദിച്ചിരുന്നതായിട്ടൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. സാമ്പത്തിക ബാധ്യത ആയിരിക്കാം എന്നുള്ളതാണ്. സാമ്പത്തിക ബാധ്യതയാണോ ഇനി ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരിലുള്ള മയക്കുമരുന്നിന്റെ മറ്റും അഡിക്റ്റ് ആണോ ഒന്നും അറിയത്തില്ല. അതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എത്ര മക്കളാണ് ഈ അമ്മയ്ക്ക് സൽമാ ബീവിക്കുള്ളത്? അവർക്ക് 10 11 ഈ മകൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഈ അഫ്സാൻ എങ്ങനെയായിരുന്നു? നല്ല മകനായിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെയാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ഈ പരിസരവാസികൾക്ക് ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ആയത് എന്താണ്? പിന്നെ ഇവിടെ അല്ലേ വളർന്നത്, ഇവര് വളർന്നതല്ലേ. 15 വയസ്സ് വരെ ഈ വീട്ടിൽ തന്നെ. ഇപ്പൊ ഒരു 15 വയസ്സ് വരെ ഇവിടെ ഉണ്ടെന്നാണ്. അവരെല്ലാരും ഇവിടെ ആയിരുന്നു. പിന്നെയാണ് അവന്റെ അമ്മയുടെ സ്ഥലത്ത് വീടൊക്കെ വെച്ചങ്ങോട്ട്. മരണം നടന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വീട്ടിലാരെങ്കിലും ഉണ്ടായിരുന്നു? വീട്ടിലാരും ഇല്ലായിരുന്നു എന്നാണ് അറിവ്.
അപ്പം നമുക്കിന്ന് ഇവിടെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം അവിടെയായിരുന്നു. അപ്പൊ 5 മണി 5:30 മണിയായപ്പോഴാണ് ഇതിങ്ങനെ. വാസ്തവത്തിൽ ഇതൊരു പ്രധാന റോഡാണ്, അപ്പൊ ആരും ഇല്ല എന്ന് പറയുന്നത്. ആ ടൈമിലൊന്നും ഇവിടെ അങ്ങനെ ആരും കാണാറില്ല. പിന്നെ അടുത്തുള്ള ഒരു മകനാണ് അവർ താമസിക്കുന്നത്. അവർക്ക് വീട് വെച്ച് കൊടുത്തെങ്കിൽ അവരവിടെ പഴയ കുടുംബ വീട്ടിലാണ് അവർ താമസം. ഇവിടെ വീട്ടിലെ ആളും കാണുമല്ലോ. ഒരു മോള് കൂടെ വന്ന് കിടക്കുമായിരുന്നു. അവർ രാവിലെ 8 മണിയാകുമ്പോൾ പോയി. അപ്പൊ അതിനുശേഷം പിന്നെ വൈകിട്ട് കിടക്കാൻ മാത്രമേ ആള് വരാറുള്ളൂ. രാവിലെ അമ്മയെ നോക്കാം, ഭക്ഷണം അവിടെ നിന്നാണ് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. മൂത്ത മകന്റെ വീട്ടിൽ നിന്ന്. അപ്പുറത്ത് ബദർ എന്ന് പറഞ്ഞ ഇവര് 11 മക്കളാണ് അല്ലെ? ഏറ്റവും അവസാനത്തെ ആളുടെ മകനാണ് അഫ്സാൻ. മകന്റെ മകൻ റഹീമിന്റെ മകനാണ്. ഏറ്റവും ഇളയ മകനാണ്. പിന്നെ മകന്റെ മകൻ. ഈ ആദ്യത്തെ കൊലപാതകം ഇതാകാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഈ സമയത്ത് മൃതദേഹം തണുത്തിട്ടുണ്ടായിരുന്നു. മറ്റു മൃതദേഹങ്ങൾ വന്നപ്പോ പറഞ്ഞത് ഫസ്റ്റ് ഇതാകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അപ്പം ആയിരിക്കാനാണ് സാധ്യത. കാരണം നമ്മളിപ്പോ ഇവിടെ ഈ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇന്ന് ഇലക്ഷനുമായിട്ട് അവിടെ തച്ചോണത്ത് അവിടെ ആയിരുന്നു. അപ്പം ഇവിടെ പള്ളിയിൽ കാണുന്നവരെല്ലാം അവിടെയായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ പള്ളിയുടെ ഇവിടെ ആള് കാണും. ഈ കട, ഇവിടെ ഒരു കടയുണ്ട്, കടയിലെ ആള് കാണും. ഈ അഫ്സാൻ ഗൾഫിലായിരുന്നെന്നാണ് പറഞ്ഞത്. ഈ വിസിറ്റിംഗ് പോയിട്ടുണ്ടായിരുന്നു. അവൻ കൊണ്ടുപോയി, അവരെല്ലാരെയും കൊണ്ടുപോയിരുന്നൊരു ഇതുണ്ട്. വ്യക്തമായിട്ട് അറിയില്ല. അവൻ വിസിറ്റിംഗ് പോയിട്ടുണ്ട്, അത് ഉറപ്പാണ്. വന്നിട്ടാണ് ഇപ്പം ഇവിടെ ഈ താമസമോ മറ്റോ ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ല, വിസിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ വന്നു പോവുകയുള്ളൂ. ഇപ്പൊ ഇവന്റെ തന്നെ മൂത്താപ്പട മകളുടെ കല്യാണം ഉണ്ടായിരുന്നു നെടുമങ്ങാട്. അപ്പൊ അതിനൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇവിടെ വെള്ളിയാഴ്ച പള്ളിയിൽ വരാറുണ്ട്. ഈ കുടുംബങ്ങൾ തമ്മിൽ തർക്കമോ മക്കൾ തമ്മിൽ അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ ഒരു തർക്കമുള്ളതെന്ന് നമുക്ക് അറിയില്ല. ഇനി ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് അത് അവർക്ക് അറിയാം. നമ്മളെ വെളിയിലുള്ളവർക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടൊന്നും അറിയില്ല. 95 വയസ്സുള്ള മുത്തശ്ശിയെ കൊല്ലത്തക്ക തരത്തിലേക്ക് ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. എന്തോ ആണ്. അല്ലാതെ ഈ ഇപ്പൊ അവിടെ വന്ന് മാലയോ സ്വർണ്ണോ പൈസയുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു അറിവാണ്. വ്യക്തമായിട്ട് ഞങ്ങൾക്കും അറിയില്ല അത്. അപ്പൊ അത് കൊടുക്കാത്തതിന്റെ വൈരാഗ്യമാണോ അത് ഇനി ഇപ്പം സാർ പറഞ്ഞ കണക്ക് വല്ല അഡിക്റ്റ് ആണോ അറിയില്ല. ലഹരിയുടെ അത് വ്യക്തമായിട്ട് അറിയില്ല. അപ്പൊ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യം നമ്മൾ അങ്ങനെ പറയാനും പാടില്ലല്ലോ. പക്ഷെ എന്തായാലും ഇവിടുന്ന് പോകണ ഒരു ചെറുക്കൻ നല്ല ഇറക്കനായിരുന്നു. അത് ഓക്കെയാണ്. എന്നെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. നല്ല കുട്ടിയായിരുന്നു. ഞെട്ടി എല്ലാവരും ഞെട്ടി, പരിസരവാസികളും എല്ലാം ഞെട്ടി. കാരണം അങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമാണ് അറിയണത്. ഇത് പിന്നെയാണ് ഇതിന്റെ പിന്നിൽ വേറെയും ഉണ്ട് എന്ന് അറിയുന്നത് പിന്നെയാണ്. അപ്പൊ ഇതുകൂടെ ഞെട്ടി. ഈ അടുത്ത കാലത്തെങ്ങാണ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നോ അഫ്സാൻ? ഇടയ്ക്ക് ഇവിടെ വന്നു പോകേയുള്ളൂ. അങ്ങനെ താമസമായിട്ടൊന്നും കണ്ടിട്ടില്ല. വന്ന് പിന്നെ വാപ്പുമായി കണ്ടുപോകാറുണ്ട് എന്നുള്ള ഞങ്ങൾക്ക് അറിയാവും. പിന്നെ ബാക്കി അതിനകത്ത് ഉള്ള കുടുംബ വിഷയങ്ങളൊന്നും നമുക്ക് അത്ര അറിയില്ല. രതീഷ, ഈ പറയും പോലെ തന്നെ ആളുകളുടെ പ്രതികരണമാണ് കണ്ടത്.